ടേം കണക്ഷൻസ് എന്ന് പറയുന്ന പുതിയൊരു പോർഷനാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ എടുക്കുന്നത്. അതിലെ പേജ് നമ്പർ 25 ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 25. അതായത് ടേം 10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നത് എന്താണ്? 25 ആണ്. അതായത് 10ാമത്തെ ടേം 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാനായിട്ട് ആദ്യത്തെ കാര്യം നമ്മൾ എടുത്തെഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. എന്താ കണ്ടുപിടിക്കട്ടെ? 9ാമത്തെ ടേമിന്റെയും 11ാമത്തെ ടേമിന്റെയും കൂടെ സമ്മ് കണ്ടുപിടിക്കുക. സം ഓഫ് ദ പെയേഴ്സ് ഓഫ് ദ ടേംസ് ഗിവൺ ബിലോ. അതുപോലെ 8ന്റെയും 12ന്റെയും കണ്ടുപിടിക്കണം. അതുപോലെ നമുക്ക് കാണേണ്ടത് 9th 10th 11th ഈ 3 എണ്ണവും കൂടെ കൂട്ടിയാൽ, ആ ടേമുകൾ കൂട്ടിയാൽ എന്തോ കിട്ടും. അതുപോലെ 8 9 10 11 12 ഈ ടേമുകളല്ല, 8th ടേം 9th ടേം 10th ടേം 11th ടേം 12th ടേം ഈ 5 ടേമുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. ദാ T10 = 25 ആണല്ലോ. ദാ ആദ്യത്തെ നമുക്ക് നോക്കാം. 9th ടേം ആണ് കാണേണ്ടത്. T9 കാണണം. അതുപോലെ T11 കാണണം. സിമ്പിൾ ആണ് കേട്ടോ. ദാ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മിഡിൽ ടേം ആണ്. നിങ്ങൾക്കറിയാം മിഡിൽ ടേം ആണ് T10 എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, 25 ആണെന്ന് അറിയാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മുന്നിലോട്ടും പിന്നിലോട്ടും ഒരേ അളവിലാണ് നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്നത്. കണ്ടോ, 10ൽ നിന്ന് 11ലേക്ക് എത്താൻ 1ന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ 10ൽ നിന്ന് 9ലേക്ക് എത്താനും 1ന്റെ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റൂൾ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. വേറെ ഒന്നുമില്ല. ഈ 25ൻ്റെ കൂടെ 2 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് T9ഉം T11ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയി കഴിഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? T9 + T11 ചെയ്യുമ്പോൾ 2 × 25 എന്ന് മാത്രം ചെയ്താൽ മതി. 2 × 25 എത്രയാണ്? 50. കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ 8th and 12th. അപ്പോൾ നിങ്ങൾ നോക്കുക, T8 T9 T10 T11 T12 ഇത്രയും ടേമുകളുണ്ട്. നിങ്ങൾ നോക്കി, ഈ സെൻറ്ററിൽ നിന്ന് ഒരേ അകലമാണ് ബാക്കിലേക്കിൽ, ഒരേ അകലമാണ് മുമ്പിലേക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സമ്മ് എന്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? T8 + T12 നമുക്ക് കിട്ടും 2 × 25 we get 50.